ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലത്ത് മോഷണങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനെ ചൊല്ലി താലൂക്ക് വികസന സമിതി യോഗത്തിൽ പോലീസിനെതിരെ വിമർശനം. മോഷണം തടയാൻ പോലീസിന്റെ നടപടികൾ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണ കേസുകളെയും പിടിച്ചുപറികളെയും പരാമർശിച്ചായിരുന്നു വിമർശനം. രാത്തങ്ങന്റെ പറമ്പില് 4 കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്കാണ്. അതിനകത്താണ് ആ ഓട്ടോറിക്ഷയുടെ ടയർ മണ്ണിലേക്ക് ഇറങ്ങി വഴിയെ കൂട്ടി തെറിച്ചു. പോലീസ് വ്യാപകമായി പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് പോയി. അതേമാതിരി തന്നെ മറ്റേ ഡിറ്റക്ടറൊക്കെ വെച്ച് പരിശോധിച്ചു. പക്ഷെ അതിനൊക്കെ ഒരു റിപ്പോർട്ട് നമുക്ക് പൊതുജനങ്ങൾക്കൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്കൊന്നും ഒന്നും മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ട് എന്താ സ്ഫോടനം ഉണ്ടായെന്ന് അറിയില്ല. പലോടൊരു കുട്ടി ഒരു ഉണ്ട സാധനം എടുത്ത് തട്ടിക്കളിച്ചു. ആ കുട്ടിയുടെ കാലിൽ പരിക്ക് പറ്റിയപ്പോൾ കിടപ്പിലാണ്. ഈ കുട്ടികൾ ഇതിൻ്റെ ഈ ഓട്ടോറിക്ഷയുടെ ബാക്കിലാണ് ഡീസൽ ടാങ്ക്. ഈ പൊട്ടിത്തെറിച്ച് ഡീസൽ ടാങ്കിൽ തീ പിടിച്ചാൽ 4 ആൾ പോയി. 4 കുട്ടികൾ ഓട്ടോറിക്ഷ ഡ്രൈവറും പോയി. 5 ആൾ മരണത്തിന് പോകുമായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ പന്നിപ്പടക്കം അതുപോലുള്ള സ്ഫോടക വസ്തുക്കൾ റോഡിൽ കാണുന്നു? അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിവരങ്ങൾ എന്നൊക്കെ ജനങ്ങൾ ആശങ്കയിലാണ്. അത് അവർ പറയേണ്ടതാണ്. രാത്രി പട്രോളിംഗ് കാര്യക്ഷമമാക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചുള്ള അപകടങ്ങൾ ആവർത്തിക്കുന്നതിനെയും അംഗങ്ങൾ വിമർശിച്ചു. തൃക്കങ്ങോട് പൊട്ടിത്തെറിച്ചത് എന്താണെന്ന് പോലും വ്യക്തമായിട്ടില്ലെന്നും പ്രതിനിധികൾ ആരോപിച്ചു. ഇതിനു മുൻപുണ്ടായ കേസുകളിലും അന്വേഷണം എങ്ങും എത്തിയില്ല. മോഷണങ്ങൾ തടയാൻ രാത്രി സമയങ്ങളിൽ മൊബൈൽ പട്രോളിംഗ് തുടങ്ങിയതായും സ്ഫോടനം സംബന്ധിച്ച അന്വേഷണം നടന്നുവരുന്നതായും പോലീസ് അറിയിച്ചു. ഭൂമി തരംമാറ്റൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിനെ ചൊല്ലി റവന്യൂ, കൃഷി വകുപ്പുകൾക്കെതിരെയും വിമർശനമുയർന്നു. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ PMA ജലീൽ അധ്യക്ഷനായി. തഹസിൽദാർ CM അബ്ദുൾ മജീദ് പ്രസംഗിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.